ഇതിലെ വ്യാവസായിക ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കാൻ. അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ലിസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളെങ്ങനെ ഇപ്പം എൻ്റെ വീടുണ്ടോ ഞാൻ അങ്ങനെ അറിയുന്നത്? വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിനെ ട്രെഞ്ച് കുഴിച്ചോ വേലി കെട്ടിയോ സൗരോർജ്ജ വേലി കൊണ്ടോ തടയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബഫർ സോൺ, നാളത്തെ വനം, ഇതിലേറ്റവും രസകരമായതും ആരും ശ്രദ്ധിക്കാത്തതുമായ 2 വകുപ്പുകളുടെ മൗനമുണ്ട്. എൻ്റെ വീട് ബഫർ സോണിനുള്ളിൽ വന്നില്ല, ആ ഉള്ളിലേക്ക് ചേർപ്പെടാൻ ദയവുണ്ടാകണം. അതായത് 2011 ഈ സെൻട്രൽ പവർ കമ്മിറ്റിയിൽ ഈ കേസ് അതെ, അവർ സജസ്റ്റ് ചെയ്തു, ബഫർ സോൺ സജസ്റ്റ് ചെയ്തു. ആ സജസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളോടും, എല്ലാ സംസ്ഥാനത്തിൻ്റെ വനം വകുപ്പിൻ്റെ ഉന്നതാധികാരങ്ങളോടും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പ്രോപ്പറായിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് പകരം 2013 ചെയ്തതെന്താ 0 മുതൽ 12 കിലോമീറ്റർ വരെ എന്ന് UDF സർക്കാർ കൊടുക്കുന്നു. ശരി. അതിനെ തുടർന്ന് അന്ന് ആരെതിർത്തില്ല? പ്രതിപക്ഷം എതിർത്തില്ല. ഇന്നവർ കുറ്റം പറയുന്നത് നിങ്ങൾ 2013 കൊണ്ടുവന്നില്ലേ, നിങ്ങളുടെ ജോലി എന്തായിരുന്നു തിരിച്ച് മനസ്സിലായോ? ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടുത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങളൊന്നും പ്രതിപക്ഷം അറിയുന്നില്ല. അതെ, ഓക്കെ. അത് ആ വീഴ്ച വരുന്നു. പിന്നീട് വരുന്നത് 2019 വീണ്ടും റിപ്പോർട്ട് കൊടുക്കുന്നു. 2019 എന്താ സംഭവിച്ചത്? 2019 ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ കൊടിയ കഷ്ടതയിലൂടെ ജനങ്ങൾ പോവാണ്. ഈ 2019 ചർച്ച മുഴുവൻ പ്രളയത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു റെസ്റ്റോറേഷൻ പോളിസിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എങ്ങും തന്നെ ബഫർ സോണിന്റെ കാര്യം ചർച്ചയായിരുന്നില്ല. പാസീവായിട്ട് 2019 ഒക്ടോബർ മാസം 23-ാം തീയതി ഒരു ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകുന്നു. 1 കിലോമീറ്റർ, 0 മുതൽ 1 കിലോമീറ്റർ വായുദൂരം, ശരിക്കും 0 മുതൽ എന്ന് പറയുന്നില്ല, 1 കിലോമീറ്റർ വായുദൂരം ബഫർ സോണായി. വായുദൂരമാണ്. അതെ, വായുദൂരം എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ വായുദൂരം എന്ന് പറയുമ്പോൾ 7 കിലോമീറ്റർ 8 കിലോമീറ്റർ അത് നിന്ന് ഇറങ്ങി വരും. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും മനസ്സിലാക്കാതെയാണ് എന്ന് ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കിഫയ്ക്ക് അത് പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊന്നും ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നു, തീരുമാനമെടുക്കുന്നു, അത് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു കേരളം. അപ്പോൾ കേരളത്തിൻ്റെ ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിനപ്പുറത്തേക്ക് സുപ്രീം കോടതിക്ക് പോകേണ്ടതായിട്ട് ഒരാവശ്യമില്ല. എന്നിട്ട് അതിന് കൊടുക്കുന്ന വിശദീകരണം വളരെ രസകരമാണ്. 2019 ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നു എങ്കിൽ 2013 ഇത് നിലവിൽ വരുമെന്ന്. ഞങ്ങൾക്കൊക്കെ ഇത് വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. നിയമനിർമ്മാണം ആരുടെ അവകാശമാണ്? 2013 തീരുമാനം ക്യാൻസൽ ചെയ്യുന്നതിന് അധികാരമില്ലായിരുന്നു. 2013 ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഭേദഗതിയാണല്ലോ. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തുകൂടാ? അവരെന്തെങ്കിലും പറഞ്ഞാൽ ഇനി അഥവാ അപ്പോൾ 2019 എന്നിട്ട് ഇന്നലെ തീരുമാനിച്ചല്ലോ. ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചതായിട്ട് മാധ്യമങ്ങളിൽ കണ്ടു. 2019 ഒക്ടോബർ മാസം എടുത്ത തീരുമാനം ഇത് അന്ന് മുതൽ കിഫ പറയുന്നതാണ്. ആ തീരുമാനം റദ്ദ് ചെയ്യാതെ സുപ്രീം കോടതിയിലേക്ക് റിവ്യൂ പെറ്റീഷനുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വരാന്തയിൽ അടി വാങ്ങിക്കുമെന്ന്. അങ്ങനെ എന്ത് പറഞ്ഞുകൊണ്ട് ചെല്ലും? യു ഹാവ് ഡിസൈഡഡ് ടു ഫിക്സ് ഇത് 1 കിലോമീറ്റർ ആക്കുന്നതിന് വേണ്ടി. എന്താണ് അവരത് മാറ്റാൻ മടി കാണിക്കുന്നത്? സർക്കാർ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന്. ഇത് കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നതാണ്. കേരളത്തിൻ്റെ വനവിസ്തൃതി 30 മുതൽ 33% എന്ന് പറയുമ്പോൾ 3% ഭൂമി എവിടുന്ന് കൊണ്ടുവരും? വനം നമുക്ക് വനത്തിന് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വനവിസ്തൃതി കൂടുമോ? കൂടില്ലല്ലോ. വനവിസ്തൃതി കൂടണമെങ്കിൽ എന്ത് വേണം? വനം ഇറങ്ങി വരണം. എവിടേക്ക് ഇറങ്ങി വരണം? റവന്യൂ ഭൂമിയിലേക്ക്. ഇതിലേറ്റവും രസകരമായതും ആരും ശ്രദ്ധിക്കാത്തതുമായ 2 വകുപ്പുകളുടെ മൗനമുണ്ട്. ഈ മൗനമാണ് ഞങ്ങളെ ചിന്തിപ്പിക്കുന്നത്, കിഫയെ ചിന്തിപ്പിക്കുന്നത്. കൃഷിഭൂമി നഷ്ടപ്പെടുന്നതിൽ കേരളത്തിലെ കൃഷി വകുപ്പിന് സങ്കടമില്ല. റവന്യൂ ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ അധികാരമാണ്. ഇപ്പോൾ തന്നെ ഇവർ ഈ പട്ടയം പതിച്ചു കൊടുക്കുന്നതിൻ്റെ വിഷയം പറയുമ്പോൾ ഇവർ പറയുന്നത് കേന്ദ്രാനുമതി വേണമെന്നാണ്. ഈ വളരെ അറിയപ്പെടുന്ന ഒരു ഡിസിഷനുണ്ട്, നേച്ചർ ലവേഴ്സ് മൂവ്മെൻറ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നൊരു സുപ്രീം കോടതിയുടെ ഡിസിഷനുണ്ട്. എനിക്ക് തോന്നുന്ന ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ചർച്ച ചെയ്തത് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ആ നിയമം പട്ടയം പതിച്ചു കൊടുക്കുന്നതിന് തടസ്സമാണോ എന്നുള്ളതായിരുന്നു അതിനകത്തെ ചർച്ച. അതിൽ ഏകദേശം 29,500 ഹെക്ടർ ഭൂമി സർവേ നടന്നതും 10,000 ഹെക്ടർ ഭൂമി സർവേ നടക്കാത്തതുമായി കേരളത്തിൽ പട്ടയം പതിച്ചു കൊടുക്കാനുണ്ട് എന്ന് തത്വത്തിൽ തീരുമാനമെടുത്തത് മാത്യു മണിയങ്കാടൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് റൈഡർ ഫിക്സ് ചെയ്ത് 1/1/1977. അങ്ങ് മുമ്പ് ചോദിച്ചല്ലോ. ആ 1/1/1977 ഏത് നിയമമില്ല? കേന്ദ്ര നിയമമായ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇല്ല. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കാമോ എന്നുള്ളതായിരുന്നു അതിനകത്തെ ചർച്ച. പറ്റില്ല. കാരണം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനകത്ത് ശിക്ഷ പറയുന്നുണ്ട്.
ശിക്ഷ പറയുമ്പോൾ ക്രിമിനൽ നിയമമാകും. ക്രിമിനൽ നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കാൻ കഴിയാത്ത ഒരു നിയമമായതിനാൽ തന്നെ 1/1/1977 മുമ്പ് കൈവശം വന്ന ഭൂമികൾക്ക് പട്ടയം കൊടുക്കുന്നതിന് തത്വത്തിൽ തടസ്സമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് പട്ടയം കൊടുക്കാനായിട്ട് ഇവിടെ തയ്യാറാവുന്നില്ല. ആരാ പട്ടയം പതിച്ചു കൊടുക്കേണ്ടത്? കേന്ദ്രമാണോ? മനസ്സിലായി. പട്ടയം പതിച്ചു കൊടുക്കുന്ന നടപടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭൂവിനിയോഗമെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. മനസ്സിലായി. അപ്പോൾ പട്ടയം പതിച്ചു കൊടുക്കാൻ തീരുമാനം ഇവരങ്ങ് എടുത്താൽ പട്ടയം പതിച്ചു കൊടുക്കാൻ പറ്റും. മനസ്സിലായി. പട്ടയം പതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പട്ടയം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിന് ഭൂവിനിയോഗം കേന്ദ്രത്തിൻ്റെ ലിസ്റ്റിലല്ല. ഈ പട്ടയം അസാധുവാണെന്ന് ഡിക്ലെയർ ചെയ്യപ്പെടുമെന്നൊക്കെ ചില വിദഗ്ധരൊക്കെ പറയും. അപ്പോൾ 2019 ഈ മന്ത്രിസഭാ യോഗ തീരുമാനമാണ് ഇത് വഷളാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. 2019 മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരളത്തിന് തർക്കമില്ല എന്ന് കാണണ്ടേ? മനസ്സിലായി. ഒന്ന് പിന്നെ അടുത്ത ഇപ്പം ഈ രാജസ്ഥാൻ കേസിൽ കേരളം കക്ഷി ചേർന്നിട്ട് പോലുമില്ല. കേരളം കക്ഷി ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇൻറ്റിമേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു മതിയായ ഗൗരവം കൊടുത്ത് ഈ കേസ് തർക്കിച്ചതായിട്ട് കാണാനേ കഴിയില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എന്ത് സംഭവിക്കാം? ഇപ്പോഴത്തെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കാമെന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിൽ. നിയമാനുസരണമുള്ള ഇതിൻ്റെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ തത്വത്തിൽ വരും. ഇതിൻ്റെ എക്സിക്യൂഷൻ പോയിന്റിലാണ് ഈ വിപ്ലവങ്ങൾ ഉണ്ടാവുക. എല്ലായ്പ്പോഴും നിയമം ജഡ്ജ്മെൻ്റ് ഉണ്ടാകുമ്പോഴല്ല ആളെ ഇറക്കി വിടുമ്പോൾ. ഇത് ആളെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെ ഇറക്കി വിടുന്നില്ല, ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. ഇനി ബഫർ സോണിൽ ഒരു കടുത്ത നിയന്ത്രണമാണ്. വനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ അതിർത്തികളിൽ വേലികൾ നിർമ്മിക്കാൻ പാടില്ല, കിടങ്ങുകൾ നിർമ്മിക്കാൻ പാടില്ല, സൗരോർജ്ജ വേലി പോലും നിർമ്മിച്ചിട്ട് വന്യമൃഗങ്ങളെ തടയാൻ പാടില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇറ്റ്സ് ആൻ അനെക്സർ ഓഫ് ദ ഫോറസ്റ്റ്. ഇറ്റ് വിൽ ബിക്കം ആൻ അനെക്സർ ഓഫ് ദ ഫോറസ്റ്റ്. അങ്ങനെയുണ്ട്. അപ്പോൾ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിനെ ട്രെഞ്ച് കുഴിച്ചോ വേലി കെട്ടിയോ സൗരോർജ്ജ വേലി കൊണ്ടോ തടയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബഫർ സോൺ നാളത്തെ വനം. അതാണ് ലക്ഷ്യം. ആ വനമാണ്. വളരെ ക്ലിയർ. ഈ കൊടുത്തിരിക്കുന്ന മാപ്പ്, ഈ മാപ്പിനെ സംബന്ധിച്ച മിസ്റ്റേക്സിനെ സംബന്ധിച്ചൊക്കെ പറയുന്നല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ പാസീവായിട്ട് സംഭവിച്ചതാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നു. ഓക്കെ. അതായത് നമ്മളിപ്പോൾ 2019 കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് അടുത്തത് മാപ്പാണ്. അടുത്തത് ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് തോട്ടത്തിൽ വി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചെയർമാനായിട്ടൊരു കമ്മിറ്റി ആര് നിയമിച്ചു? അത് സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ്. ആരൊക്കെയാണ് കമ്മിറ്റി ഉള്ളത്? ഈ കമ്മിറ്റിയിലുള്ളത് പ്രതിനിധികൾ. അതെ, ഇതിൻ്റെ പ്രതിനിധികളായിട്ട് പറയുന്നത് ഒന്നാമത് ചെയർമാൻ, രണ്ടാമത് റിട്ടയർഡ് IFS ഉദ്യോഗസ്ഥൻ ഒരു വർഗീസ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ വനം വകുപ്പിൻ്റെ സെക്രട്ടറി, റവന്യൂവിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇത്രയും ആൾക്കാർ 7 പേര് പിന്നീട് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അല്ല, അപ്പോൾ കൃഷിക്കാരൻ്റെ പ്രതി ആരുമില്ല. ഓക്കെ. അപ്പോൾ ഇതുപോലും ഈ കമ്മിറ്റി പോലും ഈ അജണ്ടയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഈ കമ്മിറ്റിയിലുള്ളത് ആരാണ്? എൻ്റെ ചോദ്യം, ബഫർ സോൺ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറയുന്നത് വനഭൂമിയിലാണോ? അല്ലല്ലോ. അല്ല. വനഭൂമിയിലാണെങ്കിലല്ലേ വനം വകുപ്പിനെ ഇത് ഏൽപ്പിക്കേണ്ടതായിട്ട്. വനവകുപ്പിൻ്റെ പ്രതിനിധി കിടന്നോട്ടെ, ആയിക്കോട്ടെ. മറ്റു ഭൂരിപക്ഷം വരേണ്ടത് എക്സാക്ട്ലി കൃഷിക്കാരൻ്റെ പ്രതിയാണ് വരേണ്ടത്. അതെ, റവന്യൂ വകുപ്പിൻ്റെ പ്രതിയാണ് വരേണ്ടത്. അതെ, ഇൻഡസ്ട്രിയൽ വകുപ്പിൻ്റെ പ്രതി വരണം. കാരണം വ്യവസായത്തെ ബാധിക്കും. അതെ. ഈ റോഡിൻ്റെ വേണ്ടേ? ആ റോഡിൻ്റെ അവരൊക്കെയാണ് വരേണ്ടത്. ഈ പബ്ലിക് PWD ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതായത് ഈ കമ്മിറ്റിയും ഈ നടപടി നടപ്പിലാക്കുക 100%. അപ്പോൾ ഈ കമ്മിറ്റിയുടെ അടുത്താണോ നമ്മൾ പോയി പരാതി പറയേണ്ടത്? ഇപ്പോഴീ പരാതി കൊടുക്കാനായിട്ട് ജനങ്ങളോട് ആവശ്യപ്പെട്ടു. രസകരമല്ല. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഭൗതിക പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന്, അതായത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. കഴിഞ്ഞ ദിവസം ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചല്ലോ. കേരളത്തിൽ കിഫയ്ക്ക് 14 ജില്ലകളിലും കൃത്യമായ സംവിധാനമുണ്ട്. കിഫയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആൾക്കാരെ, അതാത് സ്ഥലങ്ങളിലെ ആൾക്കാരെ വിട്ടിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ പോയി തിരക്കണം, പഞ്ചായത്തിൽ പോയി തിരക്കണം. ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ, അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോ വില്ലേജ് ഓഫീസറോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ കമ്മിറ്റിയുമായിട്ട് സഹകരിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഒരിടത്ത് പോലും പോസിറ്റീവ് ആൻസർ കിട്ടിയില്ല. ഒരിടത്ത് പോലും വില്ലേജ് ഓഫീസർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഒന്നും ഒരു ഐഡിയ, ഒരു ധാരണയുമില്ല. ഒരു മാപ്പ് വരുന്നു. ഈ മാപ്പിൻ്റെ പ്രശ്നം 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ വില്ലേജുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലമുള വില്ലേജിനെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൊല്ലമുള വില്ലേജ് ലിസ്റ്റിലില്ല. പകരം പച്ച കളറിലും
പിങ്ക് കളറിലും ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ സ്ഥലങ്ങളെ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുക. പിങ്ക് കളറിലുള്ളത് ബഫർ സോൺ, പച്ച കളറിലുള്ളത് വന്യജീവി സങ്കേതം. എന്നിട്ട് പിങ്ക് കളറായിട്ട് കാണിച്ചിരിക്കുകയാണ് കൊല്ലമുള വരുന്ന പ്രദേശത്തെ ചിറ്റാർ സീതത്തോട് വില്ലേജ് എന്ന്. ചിറ്റാർ സീതത്തോട് വില്ലേജ് ഇല്ലാതായിട്ട് കാലം എത്രയായി? സീതത്തോട് പഞ്ചായത്തിനെയും ചിറ്റാർ പഞ്ചായത്തിനെയും കാണിച്ചിരിക്കുന്നു റാന്നി താലൂക്കായിട്ട്. റാന്നി താലൂക്ക് ബൈഫർക്കേഷൻ കഴിഞ്ഞിട്ട് കാലം എത്രയായി? റാന്നി നിയോജക മണ്ഡലം. അതെ, മനസ്സിലായി. ചിറ്റാറും സീതത്തോടും വില്ലേജ് ബൈഫർക്കേഷൻ ചെയ്ത് സീതത്തോട് വേറെ വില്ലേജായിട്ടും ചിറ്റാർ വേറെ വില്ലേജായിട്ടും എത്രയോ വർഷമായി. അപ്പോൾ അത് കൊല്ലങ്ങളെ അതിന് ശേഷമാണ് വില്ലേജ് ആവുന്നത്. കൊല്ലമുള്ള വില്ലേജിൻ്റെ ലിസ്റ്റിലില്ല, പകരം എവിടെ ഉണ്ട്? ആ പ്രദേശം മാപ്പിലുണ്ട്. അത് സൂപ്പർഇമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മാപ്പിൽ. കാരണം പുതിയ വില്ലേജാണ്. അതെ, കൊല്ലമുള്ള വില്ലേജിൻ്റെ ഏരിയകളെ ചിറ്റാറെന്ന് കാണിച്ചിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ആ ലേഡറിനകത്ത് കൊല്ലമുള്ള വില്ലേജ് ഇല്ല, ലിസ്റ്റിനകത്തില്ല. അപ്പോൾ പിങ്ക് കളറിനെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സീതത്തോടിൻ്റെയും ചിറ്റാറിൻ്റെയും സർവേ നമ്പറുകളൊന്നുമില്ല, നിർമ്മിതികളൊന്നും കാണിച്ചിട്ടില്ല. എങ്ങനെ മനുഷ്യനിത് പഠിക്കും? ഇനിയും ഇങ്ങനെ ഒരു മാപ്പ് പുറത്ത് വിട്ടതിന് ശേഷം ജനങ്ങൾക്ക് സമയം കൊടുത്തിരിക്കുകയാണ് 23-ാം തീയതി. ഇപ്പോൾ അത് ദീർഘിപ്പിച്ചു, ആയിക്കോട്ടെ. ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇതിലെ നിർമ്മിതികളും ഇതിലെ വ്യാവസായിക ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കാൻ. അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ലിസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളെങ്ങനെ ഇപ്പം എൻ്റെ വീടുണ്ടോ ഞാൻ അങ്ങനെ അറിയുന്നേ? എൻ്റെ ചോദ്യം ഇത് തന്നെയാണ് കേരളത്തിലെ മലയോര മേഖലയിലെ കർഷകർ ചോദിക്കുന്നത്. എങ്ങനെ അറിയും? അപ്പോൾ മാപ്പ് നോക്കണം. മാപ്പ് നോക്കിയിട്ട് ആ മാപ്പിൽ പിങ്ക് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥലം ഉൾപ്പെട്ട് വരുന്നുണ്ടോ എന്ന് ഞാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നോക്കണം. പഠിച്ചോണം. ആര് നോക്കണം? മലയോര മേഖലയിലെ സാധാരണക്കാരായ. സർക്കാരിൻ്റെ ലിസ്റ്റില്ല, പഞ്ചായത്തിന് വില്ലേജും അറിയത്തില്ല. പഞ്ചായത്ത് ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ പട്ടയം പതിഞ്ഞതും പതിയാത്തതുമായ മുഴുവൻ ഭൂമിയിലും നിൽക്കുന്ന നിർമ്മിതികൾക്ക് നമ്പറില്ലേ? ഈ നമ്പർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലില്ലേ? ഒരു വില്ലേജിലെ പട്ടയം പതിഞ്ഞിട്ടുള്ള പതിയാത്തതും, കാരണം കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും വില്ലേജ് ഓഫീസറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളിൽ എല്ലാ വീടുകളുടെയും നമ്പറുണ്ട്, എല്ലാ നിർമ്മിതികളുടെയും നമ്പറുണ്ട്. വില്ലേജ് ഓഫീസിൽ എല്ലാ ഭൂമിയെ സംബന്ധിച്ച വിവരങ്ങളുമുണ്ട്. ഒരു ഏകോപനം നടത്തി വില്ലേജ് ഓഫീസറോടും സെക്രട്ടറിയോടും പറഞ്ഞാൽ പോരെ, ഇന്ന മാപ്പിനുള്ളിൽ ഇന്ന പ്രദേശങ്ങളിൽ വരുന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പറുകൾ, ആ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന്. പകരം എന്താ പറയുന്നത്? അവർക്കല്ല അനുമതി കൊടുക്കുന്നത്, അല്ലെ അവരോടല്ല നിർദ്ദേശിക്കുന്നത്, പകരം ആരോട് പറയുകയാണ്? പാവപ്പെട്ട ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഒപ്പിട്ടിട്ട് തരൂ. എന്ത് തരൂ? റിക്വസ്റ്റ് തരൂ. എന്താ റിക്വസ്റ്റ്? ഞങ്ങളുടെ പ്രദേശം, എൻ്റെ വീട് ബഫർ സോണിനുള്ളിൽ വന്നില്ല, ആ ഉള്ളിലേക്ക് ചേർപ്പെടാൻ ദയവുണ്ടാകണം. അതാണ് ആവശ്യം. ഇനിയും ഈ ഡോക്യുമെൻറ്റിന് കിഫ ഒരു ആശങ്കയുണ്ട്. പിന്നെ നിലവിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് റെപ്രസെൻറ്റേഷൻ കൊടുത്തില്ല എന്നുള്ളൊരു ആരോപണം വരരുത് എന്ന് വിചാരിച്ച് മാത്രമാണ് കിഫ ഈ സർവേയോട് സഹകരിക്കുന്നത്. ഈ സർവേ പോലും അപകടകരമാണ്. ഇന്നലെ വരെ ബഫർ സോൺ എന്ന് പറയുന്നത് ഒരു ചിത്രത്തിൽ മാത്രം ഉണ്ടായിരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ചിത്രമായിട്ട് മനസ്സിൽ കിടക്കുകയാണെങ്കിൽ ഈ സർവേയോടുകൂടി എന്താവും? അതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ആവും. ആ ക്ലാരിറ്റി ആകുന്ന സ്ഥലങ്ങൾക്കുള്ളിൽ എന്ത് നടക്കില്ല? ആരും നിക്ഷേപങ്ങൾ ചെയ്യില്ല, ആരും വീട് വയ്ക്കില്ല. അത് ഭയങ്കര മണ്ടത്തരായിരിക്കും. ഈ വസ്തുക്കളുടെ മൂല്യം നേരെ താഴോട്ട് വരികയാണ്. ബഫർ സോണിൽ ഉൾപ്പെട്ട വസ്തു ഇനി മലയോര മേഖലയിൽ ഇതിൽ മലയോര മേഖലയിൽ 2000 കാലയളവിൽ, അതായത് 2000-2002 കാലയളവിൽ 1 ഏക്കർ ഭൂമിക്ക് 20 ലക്ഷം 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 5 ലക്ഷത്തിന് പോലും മേടിക്കാൻ ആളില്ല. ഇത് മൂല്യം താഴേക്ക് വരും. എന്നാലും ഈ സർവേയോട് സഹകരിച്ചില്ല എന്ന് നാളെ ഒരു ആരോപണം പറയരുത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് കിഫ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ഹെൽപ്പ് ഡെസ്കുകളിലും, കിഫ എല്ലാ പ്രദേശങ്ങളിലും ഈ വിഷയത്തിൽ സാധാരണ ജനങ്ങളെ, അവർക്കൊന്നും യാതൊരു നിയമപരിജ്ഞാനമായിട്ട് സാങ്കേതിക പരിജ്ഞാനം നാളെ പാരയാവത്തില്ലേ? നിങ്ങൾ അവരെ ഉൾപ്പെടുത്തിയെന്നില്ല. നമ്മൾ കൊടുക്കുന്ന റെപ്രസെൻറ്റേഷനിലെല്ലാം തന്നെ ആസ് റിക്വസ്റ്റഡ് ബൈ എന്നെഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ വസ്തുവോ വീടോ ബഫർ സോണിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല എങ്കിൽ പോലും പിങ്കടയാളത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്താണ് എൻ്റെ ഇത്ര നമ്പർ വീട് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കിഫ ഇതിനെ സംബന്ധിച്ച് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. ഇനിയും ഈ ഒപ്പിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് നാളെ സുപ്രീം കോടതിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിച്ചു. ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ജഡ്ജിക്ക് ഇതിനെ വ്യാഖ്യാനിക്കുകയാണല്ലോ, ഈ ഡോക്യുമെൻറ്റിനെ വ്യാഖ്യാനിക്കുകയാണ്, പഠിക്കുകയാണ്, അനലൈസ് ചെയ്യുകയാണ്. ആ ജഡ്ജിക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സാഹചര്യങ്ങളും ഈ ഹ്യൂ ആൻഡ് ക്രൈ ഒന്നും
അറിയില്ലാത്ത ഒരു ജഡ്ജാണെന്ന് വിചാരിച്ചു. അദ്ദേഹമാണ് ഇത് അനലൈസ് ചെയ്യുന്നതെങ്കിൽ എന്ത് തോന്നും, എന്ത് വിശാലമനസ്കരാണ് കേരളത്തിലെ ജനങ്ങളെ. കാരണം അവർ തന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് തന്നിരിക്കുന്ന അവരുടെ ബിൽഡിങ്, അവരുടെ സ്ഥലങ്ങൾ ബഫർ സോണിനുള്ളിൽ പെടുത്താനായിട്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് പരിഹാരം എന്താണ്? ഇതിന് പരിഹാരം, ഒന്ന്, കേരളത്തിലെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് കാണിക്കണം. ജനസാന്ദ്രത, വസ്തുവിൻ്റെ വിസ്തൃതി, കൃഷിഭൂമികൾ ഉള്ളിലേക്ക് വരുന്നത്, കേരളത്തിലെ വനഭൂമികളുടെ കിടപ്പ്. ഇപ്പോൾ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ കൃഷിഭൂമി ഒരു പ്രദേശത്തായിരിക്കും, ജനങ്ങൾ ഒരുമിച്ച് വേറൊരു സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ നമ്മളുടെ കൾച്ചർ അങ്ങനെയല്ല. നമ്മളൊരു കൃഷിഭൂമി ഉണ്ടെങ്കിൽ ആ കൃഷിഭൂമിയിൽ തന്നെ ഒരു വീട് വെച്ച് താമസിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ ഒരു പ്രദേശത്ത് മാത്രമേ അവരെ ഇത് ബാധിക്കത്തുള്ളൂ. കൃഷിഭൂമികളുള്ള സ്ഥലങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതുപോലെ ഇവിടുത്തെ ജനസംഖ്യ, ഇവിടെ ഈ പറഞ്ഞ 3 കാര്യങ്ങളില്ല എന്നുള്ളത് കാണിക്കണം. ഇതൊക്കെ ഇനി അപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഇതെല്ലാം സമർപ്പിക്കണം. ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. സുപ്രീം കോടതി മന്ത്രിസഭാ യോഗം റദ്ദാക്കണം. അത് റദ്ദാക്കണം, നിർബന്ധമായിട്ട്. ഒരു ഫീൽഡ് സർവേ പഠിക്കാൻ പോകുന്ന സമയമുണ്ടോ? ഫീൽഡ് സർവേ നടത്താനാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യാം. സർവേ നടത്തേണ്ട കാര്യമില്ല, വില്ലേജ് ഓഫീസ്. പിന്നെ ഇതിൽ ഈ ഫീൽഡ് സർവേ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വനം വകുപ്പിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ച് ലീഡ് എടുക്കാൻ അനുവദിക്കരുത്. മാറ്റി നിർത്തണം, അവരെ മാറ്റി നിർത്തണം. കാരണം ഇത് റവന്യൂ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യൻ്റെ വിഷയമല്ലേ. ഇവിടെ വനം വകുപ്പിന് എന്താണ് റോള്? ഇത് വനം വകുപ്പിനെ മാറ്റി നിർത്തിയിട്ട് സ്വതന്ത്രമായിട്ടുള്ള കർഷക സംഘടനകളുടെ ഭാരവാഹികളെയും അതുപോലെ കൃഷി, റവന്യൂ, വനം വകുപ്പിൻ്റെ ഒരു പ്രതിനിധി വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പ്രതിനിധി ഉണ്ടാവാം, പക്ഷേ ലീഡ് എടുക്കാനായിട്ട് അനുവദിക്കരുത്. അതുപോലെ PWD, ഇങ്ങനെയുള്ള വകുപ്പുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയാണ് ഉണ്ടാകേണ്ടത്. അത് നമ്മൾ പറയുന്നതല്ല, സുപ്രീം കോടതി തന്നെ വിധിന്യായത്തിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോ പ്രദേശങ്ങളിലും ഈ ബഫർ സോൺ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഓരോ ലോക്കൽ ബോഡിയിലും കമ്മിറ്റി ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് സുപ്രീം കോടതി. ഈ സർക്കാർ ഇപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യും? അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. ചെറിയ കാലയളവിലുള്ളിൽ, ഈ ചെറിയ കാലയളവിൽ ആയിരുന്നില്ലല്ലോ, ജൂൺ മാസം ഉണ്ടായിരുന്നതല്ലേ വിധി. ഇത് ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ, സുതാര്യമായിട്ട് ഇതിനകത്ത് ഇടപെടൽ നടത്തണമെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ സുതാര്യമായിട്ടൊരു കമ്മിറ്റിയെ ഫോം ചെയ്യാമായിരുന്നു. മനസ്സിലായി, വീഴ്ച ഉണ്ടായി. ഇത് എൻ്റെ ചോദ്യം, ഒരു ഗവൺമെൻറ് ഓഫീസിൽ 2 തരത്തിലുള്ള രജിസ്റ്റർ ഉണ്ട്. ഒന്ന് ഇൻവാർഡ് രജിസ്റ്ററും ഉണ്ട്, ഒന്ന് ഡെസ്പാച്ച് രജിസ്റ്ററും ഉണ്ട്. കിഫ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ. കേരളത്തിലെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലോ തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് ഓഫീസുകളിലോ ഇൻവാർഡ് രജിസ്റ്ററിൽ പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ജസ്റ്റിസ് തോട്ടത്തിൽ വി രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ ഒരു കത്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പഠനം സുതാര്യമായിരുന്നു എന്ന് പറയാം. ഇതൊരു പഠനവും നടത്തിയിട്ടില്ല. 68 ലക്ഷം രൂപയോ മറ്റോ ചിലവായി എന്നാണ് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിക്ക് ഒരാഴ്ച വേണ്ട ഒരു റൂമിലിരുന്നു കൊണ്ട് ഇപ്പോഴീ പുറത്ത് വിട്ട മാപ്പ് തയ്യാറാക്കാനായിട്ട്. ഇപ്പോഴീ പുറത്ത് വിട്ടുമെന്ന് പറയുന്ന ഈ 3 മാസത്തെ പഠനമുണ്ടല്ലോ, മനസ്സിലായി. ഇത് ഒരു ഗൂഗിൾ എർത്തും അല്ലെങ്കിൽ അതിൻ്റെ അത്രയും സംവിധാനങ്ങളുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് ഈ പുറത്ത് വിട്ടിരിക്കുന്നത്. കിഫ ഇതിനകത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കിഫ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ബഫർ സോൺ എന്ന് എല്ലാ സാധാരണ ജനങ്ങളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ലഘുലേഖ ടൈപ്പ് ചെയ്തിട്ട് എല്ലാ വീടുകളിലും എത്തിക്കുകയാണ്. 2, ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ വരുമെന്നുള്ളത് ആദ്യം മനുഷ്യന് ഇതിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടാവണം. കേരളത്തിലെ കിഫയുടെ ഉദ്ദേശ്യം തന്നെ നിയമ അവബോധമുള്ള ഒരു 25 ആൾക്കാരെങ്കിലും ഒരു വാർഡിൽ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിലാണ് കിഫ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കിഫ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ വെറുതെ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്ന ഒരു സംഘടനയല്ല കിഫ. ഈ വിഷയത്തിൽ കിഫ ചെയ്യുന്നത് 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനെപ്പറ്റി വ്യക്തമായ ബോധവൽക്കരണം. 2, ഈ വിഷയത്തിൽ സാധാരണ ജനങ്ങൾക്ക്, ഈ സാങ്കേതിക പരിജ്ഞാനമൊന്നുമില്ലാത്ത ജനങ്ങളെ ഈ വിഷയത്തിൽ സഹായിച്ചുകൊണ്ട് ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിട്ടുണ്ട്. 3, എങ്ങനെ ഈ വിഷയത്തെ കണ്ടസ്റ്റ് ചെയ്യണം, തർക്കിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ കേരളത്തിലെ 140 ജനപ്രതിനിധികൾക്ക് നമ്മൾ മെയിലായിട്ടും പ്രിൻ്റഡ് കോപ്പീസും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, കിഫ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. കക്ഷി ചേരാനായിട്ട് അതിൻ്റെ നടപടിയിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കേസിൽ കക്ഷി ചേരാനായിട്ടുള്ള ആപ്ലിക്കേഷൻ, അതിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുകയാണ്. കൃത്യമായിട്ട് ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്ത് ലാച്ചസ് ഉണ്ടായാലും കിഫ ഈ കേസിനെ വളരെ ക്ലോസ് ആയിട്ട് അതിൽ ഒബ്സർവ് ചെയ്യും. കക്ഷി ചേർന്നുകൊണ്ട് തന്നെ കേസിൽ തർക്കിക്കും. അത് സ്വതന്ത്രമായിട്ട് തന്നെ. എന്താണ് യഥാർത്ഥ കിഫ? കേരള ഇൻഡിപെൻഡൻറ്റ് ഫാമേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്, ഇവിടെ 2 തരത്തിലുള്ള കർഷക സംഘടനകളുണ്ട്. ഏകദേശം 5000-ഓളം കർഷക സംഘടനകൾ
നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കുറേ പ്രാദേശികമായ സംഘടനകൾ, ചിലത് കമ്പനീസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ചിലത് സൊസൈറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, പിന്നീടുള്ളത് കുറേ പോഷക സംഘടനകൾ അല്ലെങ്കിൽ സ്പോൺസേഡ് സംഘടനകൾ. ഇപ്പോൾ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും കർഷക സംഘടനകളുണ്ട്. അതൊക്കെ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിന് അപ്പുറത്തേക്ക് ചലിക്കാനുള്ള അവർക്ക് വേണ്ടി ആളെ കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഒരു ഒരു സ്പോൺസേഡ് സംവിധാനമാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ കർഷക സംഘം ഈ വിഷയങ്ങളിൽ സമരം നടത്തുന്നത് കണ്ടു. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ CPM-ൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് കണ്ടു. ആരാ ഭരിക്കുന്നത്? അതെ, ഞാൻ ചോദിക്കുന്നു. അപ്പം പറയും വനംവകുപ്പ് NCP ആണ് ഭരിക്കുന്നതെന്ന് പറയും. വനംവകുപ്പിന് മാത്രമായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടോ? മനസ്സിലായി. ഈ നിയമം നിർമ്മിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ആണോ സമരം നടത്തേണ്ടത്? അവൻ നിയമം നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ അപ്പോൾ കിഫ എന്താണ് എന്നുള്ളത്, കിഫ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, സ്പോൺസേഡ് അല്ലാത്ത, രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത ഒരു സ്വതന്ത്ര കർഷക കൂട്ടായ്മയാണ് കിഫ. ഈ ഇൻഫാം പോലുള്ള സംഘടന ഉണ്ടല്ലോ. ഇൻഫാം എന്ന് പറയുന്നതും സ്വതന്ത്ര സംഘടനയാണോ? അങ്ങേക്ക് അറിയാമല്ലോ. അതിനൊക്കെ അതിൻ്റേതായ ഒരു സ്പോൺസേഡ് കളേഴ്സ് ഉണ്ട്. ആ കളറിനൊക്കെ വ്യത്യസ്തമാണ് കിഫ. അതായത് ഇതുകൊണ്ടുണ്ടായ അപകടം എന്താണെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മതം, അതിൻ്റെ നേതൃത്വത്തിൽ കർഷക സംഘങ്ങൾ സമരങ്ങൾ പോകുമ്പോൾ അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഇതര മതസ്ഥരായിട്ടുള്ള സാധാരണ ജനങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഈ അടുത്ത സമയത്ത് വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെ പേരുകളൊന്ന് നോക്കി. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇടമലക്കടി സുബ്രഹ്മണ്യന്, പൂപ്പാറ വിമല, അതുപോലെ പാലപ്പള്ളി പീതാംബരൻ, സൈനുദ്ദീന്, കരുവാരക്കുണ്ടിൽ ഷാജഹാന്, ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പാവം 5 വയസ്സുകാരി ആഗ്നിമിയ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇതര അതുപോലെ തന്നെ ഈ പാലക്കാട് ശിവരാമന്, ഇങ്ങനെയൊക്കെ അത് എല്ലാ മതത്തിലും പെട്ടവരാണ്. എല്ലാ മതത്തിലും പെട്ടവർ. പ്രത്യേകിച്ച് ഈ ഹിന്ദു മതത്തിലെ ഈ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ ആൾക്കാർ, അതായത് ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് പേരും മരണപ്പെടുന്നുണ്ട്. പക്ഷേ അതെല്ലാം എന്തിൻ്റെ പൊതുബോധത്തിൽ ഒലിച്ചു പോവുകയാണ്? ഇവിടെ ഈ കയ്യേറ്റക്കാരായ എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് പറയുന്നത്? ഒരു പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. ഇത് യാഥാർത്ഥ്യമല്ല. എല്ലാ മതസ്ഥരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോഴെന്താണ് പ്രതിസന്ധി? ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ നേതൃത്വത്തിലല്ല മലയോര കർഷകരുടെ സമരങ്ങൾ പോകേണ്ടത്. അതുകൊണ്ടാണോ ഈ സഭയുടെ സമരത്തോട് നിങ്ങൾ സഹകരിക്കാത്തത്? ഞങ്ങൾ സഭയുടെ സമരത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 62ഓളം സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സമരം ചെയ്യുന്നുണ്ട്. അവരുന്നയിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. പക്ഷേ കിഫ സ്വതന്ത്രമായിട്ട് വേണം പ്രവർത്തിക്കാനെന്നുള്ളതാണ് ഞാൻ ഒരു ലക്ഷ്യം. ഇപ്പം ബഫർ സോണിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, അവരോട് ചേർന്ന് നിൽക്കത്തില്ല. അവരോട് ചേർന്ന് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഈ 62 സംഘടനകൾക്കും വ്യത്യസ്തമായിട്ടുള്ള നേതൃത്വങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അല്ല, ഞാൻ അവർ ഇന്നലെ കൂരാച്ചുണ്ടില്ലേ 20,000 പേരെ സംഘടിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ അവിടെ 20,000 പേരെ സംഘടിപ്പിക്കുന്നതോ കുറച്ച് പേരെ സംഘടിപ്പിക്കുന്നതോ അല്ല. ഇതേ കൂരാൻചുണ്ടിൽ കിഫ ഒറ്റയ്ക്ക് നിന്നപ്പോൾ 5,000 പേര് അവിടെ പങ്കെടുത്തു. 5,000 ഞങ്ങളുടെ വീഡിയോ ഉണ്ട് ഇതിൽ. ഞാൻ പറഞ്ഞ അവർ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കുക. അതായത് 62 സംഘടനകൾ ചേർന്നുകൊണ്ടാണ് സഭ നേരിടുന്ന. അവർ നല്ല കാര്യം, അവർ പറയുന്നതിനോടൊക്കെ നമുക്ക് യോജിപ്പാണ്. പക്ഷേ കിഫയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അങ്ങനെയാണ്. ഏതെങ്കിലും മത സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുമായിട്ടോ ചേർന്ന് കൊണ്ടൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് കിഫയ്ക്ക് പോകാൻ കഴിയും. അപ്പോൾ അവരോട് സഹകരിച്ച് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ പ്രവർത്തിക്കാൻ പറ്റുമോ? അവർ ഞങ്ങളുടെ ഇതിൽ പ്രവർത്തിക്കുന്ന നേതൃസ്ഥാനത്തേക്ക് ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ നേതൃ സംവിധാനം എങ്ങനെയാണ്? നേതൃ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് കിഫയ്ക്ക് ഒരു മാനേജിംഗ് ബോർഡുണ്ട്. ആ മാനേജിംഗ് ബോർഡ് 10 അംഗങ്ങളാണ്. ആ മാനേജിംഗ് ബോർഡിൽ ഓരോരുത്തർക്കും പോർട്ട്ഫോളിയോസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷനാണോ? ഞാൻ അതിലേക്ക് വരാം. അതിന് താഴെയായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, അതിന് താഴെ ജില്ലാ കമ്മിറ്റി ഉണ്ട്, അതിന് താഴെ അസംബ്ലി ലെവൽ ALC എന്ന് പറയുന്ന ALCകളുണ്ട്, അതിന് താഴെ LLC, എല്ലാ പഞ്ചായത്ത് തലങ്ങളിലെ LLCകളുണ്ട്. പഞ്ചായത്ത് തലങ്ങൾക്ക് താഴെയാണ് KFC, കിഫ ഫാമേഴ്സ് ചാപ്റ്റർ എന്ന് പറയുന്ന KFCകളുണ്ട്. അല്ലെ 1000 പഞ്ചായത്തിലുണ്ടോ നിങ്ങൾ? ഞങ്ങളെല്ലാ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ജില്ലകളിലുമുണ്ട്. എന്തായാലും മലയോര പ്രദേശങ്ങളിൽ മൊത്തം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അവിടെ എല്ലാം പഞ്ചായത്തിലുമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും മലയോര മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും നമ്മൾ കിഫയുടെ കൃത്യമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. കിഫയുടെ ഡാറ്റയാണ് ഒരു പരിധി വരെ ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പത്രക്കാരും അതിൽ കൃത്യമായിട്ട് കിഫ ഇതിനെപ്പറ്റി പഠനം നടത്താറുണ്ട്. ഒരു വിഷയത്തെ സംബന്ധിച്ച് കിഫയ്ക്ക് ഒരു ലീഗൽ സെല്ലുണ്ട്. ആ ലീഗൽ സെല്ല് പഠനം നടത്തി
അതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ ഈ RTA വിങ് ഉണ്ട്. അങ്ങനെ പല അതിനൊക്കെ പ്രവർത്തനത്തിൽ ആരാ ഫണ്ട് തരുന്നത്? ഇത് രാജ്യദ്രോഹിയുടെ അടിസ്ഥാനപരമായിട്ട് രാജ്യദ്രോഹികൾ വിളിക്കേണ്ടി വരുമോ ഞങ്ങൾ പറഞ്ഞു? തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയാം. ഈ കിഫയ്ക്ക് ബക്കറ്റ് പിരിവില്ല, കുറ്റിയടിച്ചുള്ള പിരിവില്ല, ഇങ്ങനെയുള്ള ഒരു പിരിവും കിഫയ്ക്കില്ല. കിഫയ്ക്കുള്ളത് ഒരൊറ്റ അക്കൗണ്ട് മാത്രമാണ്. കിഫയുടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ പോലും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെങ്കിൽ പറ്റുകയുള്ളൂ. ആ അക്കൗണ്ടിൽ വരുന്ന പൈസയുടെ 60% കിഫയുടെ ജില്ലാതലം മുതൽ താഴോട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്. പിന്നെ ബാക്കിയുള്ളത് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. 30% കൊണ്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വളരെ സുതാര്യമായിട്ട് അക്കൗണ്ടിലൂടെ അല്ലാതെ ഒരു പണവും കിഫ മേടിക്കാറില്ല. കാരണം കിഫയിൽ ഒരാൾ പോലും മുഴുവൻ സമയ പ്രവർത്തകരില്ല. എല്ലാവരും അവനവൻ്റെ ജോലി ചെയ്തുകൊണ്ട് കിഫയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതായത് രാവിലെ മുതൽ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇതിന് അംഗത്വം ഉണ്ട് ഓരോ കർഷകന്. തീർച്ചയായിട്ടും അംഗത്വം, അതിന് യൂണിറ്റ് ഉണ്ട്. അതെ, യൂണീക്ക് നമ്പേഴ്സ് ഉണ്ട്. ഓരോ കിഫയുടെ അംഗത്തിനും നമ്പറുണ്ട്. അതെല്ലാം കിഫയ്ക്ക് ഇപ്പം നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ കിഫയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, കിഫയുടെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കർഷകന് അതൊക്കെ പറ്റുമോ? അത് മാത്രമല്ല ഫിസിക്കലിയും ചെയ്യുന്നതുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അതിനൊക്കെ സഹായിക്കുന്നതിനുള്ള ആൾക്കാരുണ്ട്. എത്ര മെമ്പർഷിപ്പായി ഇപ്പോൾ? നമുക്ക് എല്ലാ ജില്ലകളിലും മെമ്പർഷിപ്പ്. ഇപ്പോൾ പാലക്കാടൊക്കെ കിഫയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നതൊക്കെ 10,000 ആൾക്കാരൊക്കെ പങ്കെടുത്ത പ്രോഗ്രാംസ് ഉണ്ട്. വളരെ 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 കാരണം ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവരൊക്കെ പരസ്പരം പഴിചാരൽ നടത്തുമ്പോൾ കിഫയ്ക്ക് ആരെയും പരാതിയും പഴിചാരലും ഒക്കെ രണ്ടാമത്തെ വിഷയം. നമുക്കാവശ്യം റിലീഫാണ്. പരാതി കേട്ടിട്ട് എന്താണ് ഗുണം? പോസ്റ്റ്മോർട്ടം കൊണ്ട് ആകെയുള്ള പ്രയോജനം എന്താണ്? എങ്ങനെ മരിച്ചു എന്നറിയാം, അതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓട്ടോപ്സിക്ക് താല്പര്യമില്ലെന്നേ. ഞങ്ങൾക്ക് വേണ്ടത് റിലീഫാണ്. കിഫയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ കർഷകരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് പ്രേരക ശക്തിയാകുക എന്നുള്ളതാണ്. ഇപ്പോൾ 2020 മെയ് മാസം 29 പാലക്കാട്ട് ഒരാന കർഷകൻ്റെ പുരയിടത്തിൽ വന്ന് പടക്കമെടുത്ത് ചരിഞ്ഞു. അതെ, അന്ന് കേരളത്തിലെ പൊതുബോധം നിന്നത് കർഷകനെ കയ്യേറ്റക്കാരനാക്കിക്കൊണ്ടും വന്യജീവികളെ കൊല്ലുന്നവനാക്കിക്കൊണ്ടുവന്നൊക്കെ ആണെങ്കിൽ 2022 ജൂലൈ മാസം വേറൊരാന ഈ വൈദ്യുതി വേലിയിൽ തട്ടിച്ചരിഞ്ഞു. 3 സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ നോക്കണം. ഇവിടെ അന്ന് കർഷകനൊപ്പം നിന്ന്, അതായത് 2 വർഷം മുമ്പ് കിഫയ്ക്ക് മുൻപ് ഈ കർഷകനെതിരായിട്ടുണ്ടായിരുന്ന പൊതുബോധം ഇന്ന് കർഷകൻ അനുകൂലമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കിഫയുടെ വിജയമാണ്. തീർച്ചയായിട്ടും. അതായത് ഈ പൊതുബോധത്തിനനുസരിച്ചാണല്ലോ പോളിസികൾ ഫിക്സ് ചെയ്യപ്പെടുന്നത്, നിയമനിർമ്മാണം ഉണ്ടാകുന്നത്. അതെ, ആദ്യം ഇവിടുത്തെ പരിസ്ഥിതി തീവ്രവാദം നിർത്തണം. ഇവിടെ മരങ്ങൾ കുറയുന്നു, വന്യജീവികളുടെ എണ്ണം കുറയുന്നു, പരിസ്ഥിതി മുഴുവൻ തകർന്ന് താറുമാറാകുന്നു. ഇതൊക്കെ തെറ്റാണ്. 75% വൃക്ഷാവരണമുള്ള വയനാട്ടിൽ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ കല്ല് എവിടെ നിന്ന് കൊണ്ടുവരണമെന്നറിയാം? കോഴിക്കോട് മുക്കത്ത് നിന്ന് കൊണ്ടുവരണം. രാവിലെ 4 മണി മുതൽ ചുരം കയറാനായിട്ട് 100 കണക്കിന് ടിപ്പർ ലോറികൾ ഇങ്ങനെ നിരയായിട്ട് കിടക്കുകയാണ്. കോഴിക്കോട് കല്ല് പൊട്ടിച്ചാലും അത് പ്രകൃതിക്ക് പ്രശ്നമാവില്ലേ? ഞാൻ പറഞ്ഞത്, ഒരു ചെറിയൊരു വീട് വയ്ക്കുന്നവൻ, അവൻ്റെ ആ വയനാട് ജില്ലയിൽ ഒരു വീട് വയ്ക്കുന്നവൻ, അവനുണ്ടാകുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ്, അതുണ്ടാക്കുന്ന മാലിന്യം, അതുണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണം, ആ വാഹനങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡിലുണ്ടാകുന്ന കൺജഷൻ, ഇതൊക്കെ തെറ്റായ പരിസ്ഥിതി ബോധമാണ്. എല്ലാവർക്കും പശ്ചാത്തല വികസനം വേണം, എല്ലാവർക്കും നല്ല സാഹചര്യങ്ങൾ വേണം. പക്ഷേ അത് മലയോര മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല. ഒറ്റ ചോദ്യമേ എനിക്ക് ഉള്ളൂ. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടേ? നമ്മുടെ ഒരു ഗിഫ്റ്റല്ലേ? അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആയിരിക്കുന്നത്? അത് സംരക്ഷിക്കപ്പെടേണ്ടേ? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളിലുള്ളവർ എന്ന നിലയിലല്ലേ മലയോര കർഷകർ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് നേരിടേണ്ടി വരും? പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നത് ആരാണ്? കർഷകനാണ്. ഇതിന് സംരക്ഷണത്തിന് കുറവെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പശ്ചിമഘട്ടത്തിന് ഈ പരിസ്ഥിതി സംബന്ധമായിട്ട് ഈ ബഫർ സോൺ, 1 കിലോമീറ്റർ ദൂരം ബഫർ സോൺ വരുന്നതിൽ ഒറ്റ ക്വാറി പോലും ഇല്ല. ഓക്കെ, പശ്ചിമഘട്ടം മാത്രമാണോ സംരക്ഷിക്കപ്പെടേണ്ടത്? ഈ മലയോര മേഖല മാത്രമല്ലല്ലോ. പരിസ്ഥിതി എന്ന് പറയുന്നത് മലയോര മേഖലയിൽ മാത്രം നിൽക്കുന്ന സംഗതിയാണോ? പട്ടണങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? ഈ അവിടുത്തെ ജനങ്ങൾ കൂടുതലായിട്ടുള്ള ആൾക്കാർ നഗരത്തിലേക്ക് വരുമ്പോൾ അവിടെയും മാലിന്യം ഉണ്ടാവില്ലേ? മലിനീകരണം കൂടുകയല്ലേ? അവിടെ പൊല്യൂഷൻ കൂടുകയല്ലേ? പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുകയല്ലേ? പശ്ചിമഘട്ടം ഓൾറെഡി സംരക്ഷിക്കപ്പെട്ട് തന്നെ മുൻപോട്ട് പോകുന്നതാണ്. അത് ഈ നിയമങ്ങൾ കൊണ്ടുള്ള ഒരു ഇരുമ്പ് കൂട്ടിൽ ചട്ടക്കൂട് കൊണ്ടൊന്നും മനുഷ്യനെ തളച്ചിട്ടത് കൊണ്ടല്ല. ഒറ്റ ചോദ്യം കൂടി. കാട് കയറും ഇങ്ങനെ തുടരട്ടെ എന്നുള്ളതാണോ? നിങ്ങൾക്ക് ഒരു കാലയളവുണ്ട്. എത്ര കാലം വരെയുള്ള ഈ തെളിക്കപ്പെട്ട കാട്? ഞാൻ 1977 നിയമമാണ്. 77 ശേഷം 44 കൊല്ലമായി. ഈ 77 ശേഷമുള്ള ഈ 44 കൊല്ലത്തെ കയ്യേറ്റം ഇറക്കി വിടാനും നിങ്ങളെതിരാണോ? ഈ 1/1/1977 എന്നൊരു റൈഡർ വെച്ചിട്ടുണ്ടല്ലോ.
അതിന് ശേഷം ഇവിടെ ഏതെങ്കിലും കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് രേഖയുണ്ടോ? ചോദ്യം, 1961 കേരള ഫോറസ്റ്റ് ആക്ട് വരുന്നത്. കേരള ഫോറസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 27 അനുസരിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കയറുന്നത് കുറ്റകരമാണല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണമല്ലോ. അത് യഥാർത്ഥത്തിൽ 1977 ശേഷം ഇവിടെ വനം കയ്യേറ്റമെന്ന് പറയുന്നൊരു ഇത് കയ്യേറ്റം എന്നൊരു സംഗതിയെ ഉണ്ടായിട്ടില്ല. ഇത് കുടിയേറ്റമാണ്. ഈ കുടിയേറ്റത്തെ കയ്യേറ്റമായിട്ട് ചിത്രീകരിക്കുക. 77 ശേഷം ഉണ്ടെങ്കിൽ അത് ഇറക്കിപ്പോട്ടെ. 100% ഒരു തടസ്സമില്ല. അത് നിങ്ങൾക്ക് വേണ്ടത് 77 മുമ്പ് വരെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. 77 മുൻപ് വരെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 77 ശേഷം ഉണ്ടെങ്കിൽ 61 നിയമം വന്നല്ലോ. 61 നിയമത്തിൻ്റെ സെക്ഷൻ 27 അനുസരിച്ച് കൊണ്ട് കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കേസെടുത്തിട്ടുണ്ടാവുമല്ലോ. ആ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖ കാണിച്ചിട്ട് ഇറക്കി വിടുന്നേ. ഇവിടെ ഏറ്റവും രസകരമായ സംഗതി, ഈ നിയമം നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നൊരു ക്ലോസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ നിയമം നിർമ്മിക്കുന്നത്? എല്ലാ നിയമങ്ങളും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിയമം നിർമ്മിക്കുന്നത്. ഏറ്റവും രസകരമായൊരു സംഗതി ഞാൻ പറയാം. 1971 ഒരു നിയമമുണ്ട്, കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ നിയമം. ആ നിയമം കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ഈ വെസ്റ്റിംഗ് വന്നത് യഥാർത്ഥത്തിൽ ഈ വനസമാനമായിട്ട് കൃഷിയില്ലാതെ പല ഭൂ ഉടമകളുടെ കയ്യിലും ഭൂമി നിൽക്കുന്നു. ഇതുകൊണ്ട് എന്തുണ്ടാകുന്നില്ല? കർഷകന് പ്രയോജനം ഉണ്ടാകുന്നില്ല, കൃഷി ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഭൂമികൾ ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ സീലിങ്ങിന് പുറത്തുള്ള ഭൂമികൾ, ആ സീലിങ്ങിന് പുറത്തുള്ള ഭൂമികൾ സർക്കാർ പിടിച്ചെടുക്കുക. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? കർഷകനും കർഷക തൊഴിലാളിക്കും പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിടിച്ചെടുക്കുക. പിടിച്ചെടുത്തിട്ട് ഇതിനെ ഈ പിടിച്ചെടുക്കുന്നതും ഈ കർഷക തൊഴിലാളിക്ക് പതിച്ചു കൊടുക്കുന്നതുമായ ഒരു ഇടവേളയുണ്ടല്ലോ. ഈ ഇടവേള സമയത്ത് ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചു. 71 അന്ന് വനം വകുപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിൻ്റെ മാത്രം അധികാരത്തിലും സംസ്ഥാനത്തിൻ്റെ മാത്രം ഉദ്യോഗസ്ഥരുമാണ്. അവരെ ഇതിനൊന്ന് കാവലേൽപ്പിച്ചു. എന്നിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ് കൂടെ കൊണ്ടുവന്നു. ഈ ഭൂമികൾക്ക്, ഇപ്രകാരം പിടിച്ചെടുത്ത ഭൂമികൾക്ക് പതിച്ചു കൊടുക്കുന്നത് വരെയും റിസർവ് വനത്തിൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കും. പതിച്ചു കൊടുക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. പതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി പിടിച്ചെടുക്കുന്നത്. റിസർവ് വനത്തിൻ്റെ സ്റ്റാറ്റസ് എന്ന് വരെയുള്ളൂ, പതിച്ചു കൊടുക്കുന്നത് വരെയുള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കിഫ നടത്തിയ പഠനങ്ങളിൽ മനസ്സിലാകുന്നത്, ഏകദേശം 6500 ഹെക്ടറിൽ കൂടുതൽ ഭൂമി, റവന്യൂ ഭൂമി വനം വകുപ്പ് വനമാണ് എന്ന് പറഞ്ഞ് കൈവശം വെച്ചിട്ടുണ്ട്. ഇത് 1971 ഈ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് അനുസരിച്ച് പിടിച്ചെടുത്ത ഭൂമികളാണ്. എന്നിട്ട് ഇത്രയും റവന്യൂ ഭൂമിയെ സംബന്ധിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവകാശവാദം ഉന്നയിക്കുന്നില്ല. എന്നിട്ട് ഏതെങ്കിലും വനഭൂമിയുടെ ഭാഗം ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നു. ഈ വനഭൂമിക്ക് എത്ര വനഭൂമി ഏറ്റെടുക്കുന്നു വികസനത്തിന് വേണ്ടിയിട്ട്, അതേ റവന്യൂ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഒരുപക്ഷെ കേരളത്തിൽ ഈ ഭൂമി ഇല്ല എന്നുള്ള സമരങ്ങൾ നടക്കുന്നല്ലോ, സാധുജനങ്ങളുടെ ഭൂമി വേണമെന്നുള്ള ഭൂസമരങ്ങൾ. ഈ ഭൂസമരങ്ങളിൽ പെടുന്നവർക്കൊക്കെ ഭൂമി കൊടുക്കാനുള്ള ഭൂമി, റവന്യൂ ഭൂമി വനം വകുപ്പ് അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും പറയില്ല, റവന്യൂ വകുപ്പ് ആവശ്യപ്പെടത്തില്ല. ആ 1971 നിയമത്തിൻ്റെ ഒബ്ജക്റ്റീവ് ക്ലോസ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ കൃത്യമായിട്ടത് മനസ്സിലാകും. എന്നിട്ട് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, ഈ ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ അനുസരിച്ച് കൊടുത്തിരിക്കുന്ന ക്രയ സർട്ടിഫിക്കറ്റ് കൈവശ ഭൂമിയുടെ പൂർണ്ണമായ തെളിവാണ്, കൺക്ലൂസീവ് പ്രൂഫാണ്. ആ സാഹചര്യത്തെ ഓവർ റൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 71 നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഈ അടുത്ത സമയത്ത് അതിനെ സംബന്ധിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, മനോരമയിൽ അതിനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഈ എന്തുകൊണ്ടോ അതിനുശേഷം അത് കൊണ്ടുവന്നില്ല. ഇപ്പോഴും അത് പെൻഡിങ് നിൽക്കുകയാണ്. ഭേദഗതി എന്താണെന്ന് അറിയാമോ? അത് കൺക്ലൂസീവ് പ്രൂഫ് അല്ല, അതൊരു സാധാരണ തെളിവ് മാത്രമാണ്. സാധാരണ തെളിവും കൺക്ലൂസീവ് പ്രൂഫും തമ്മിൽ വ്യത്യാസമുണ്ട്. കൺക്ലൂസീവ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ അത് ഹാജരാക്കി കഴിഞ്ഞാൽ അത് മതി. അതിനെ കൊറാബറേറ്റ് ചെയ്യേണ്ടതോ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വേറെ രേഖകളൊന്നും കോടതിക്ക് ആവശ്യമില്ല. അതുപോലും ശ്രമിക്കുകയാണ്. മനസ്സിലായോ? ഇതിൽ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അടുത്ത സമയത്ത് ഇതിനെ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രിയുമായിട്ട് ഒരു മണിക്കൂർ നേരം നീണ്ടു നിന്ന ചർച്ചയുണ്ടായിരുന്നു. മനസ്സിലാവുക ഇതിൽ മനസ്സിലാകുന്നത് ഉദ്യോഗസ്ഥരെന്തു പറയുന്നു അതാണ് നിയമം. ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ കാര്യം എടുത്തു. ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 11(1)A എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നു,
ഏത് മൃഗവും, ആനയോ കടുവയോ കാട്ടുപോത്തോ പുലിയോ ഏത് മൃഗവും ആയിക്കോട്ടെ, മനുഷ്യൻ്റെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മനുഷ്യജീവൻ അപകടകരമായി വന്നാൽ ഒരു കേന്ദ്രാനുമതിയും വേണ്ട, കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം. ആലോചിച്ചോണം. PT7 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ടിട്ടുള്ളൊരു ആന, പാലക്കാടൊരാന എത്രയോ നിരന്തരമായിട്ട് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. നാരളത്ത് വേറെ, മൂന്നാറിലൊരു ആനയുണ്ടല്ലോ, അവൻ്റെ പേരെന്താ, മറ്റേ വലിയ പേരൊക്കെ ഉണ്ട്, പടയപ്പ. അങ്ങനെ പടയപ്പ, ഇങ്ങനെ പല പേരുകളിട്ടങ്ങ് വിളിക്കുകയാണ്. ഇപ്പം ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയാലോ പുലി ഇറങ്ങിയാലോ പാലിക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുണ്ട്. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടുത്തെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് കൊണ്ടൊരു കമ്മിറ്റി ഫോം ചെയ്യണം. ഇങ്ങനെയൊക്കെയുണ്ട്. ഇവിടെ കണ്ണൂർ ജസ്റ്റിൻ വന്യമൃഗത്തിൻ്റെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. പാലക്കാട് ശിവരാമൻ ചേട്ടൻ മരിച്ചതിൽ വളരെ രസകരമെന്ന് പറയുന്നത്, ശിവരാമൻ ചേട്ടൻ വളരെ തീവ്രമായിട്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പല ഫോട്ടോകളിലും ഒക്കെ കാണുന്നുണ്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ഇതും. പക്ഷെ അദ്ദേഹം മരിച്ചു എവിടെയാണ്? 10 കിലോമീറ്റർ ദൂരം മാറിയാണ്. അപ്പം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ, ഈ പോരാട്ടം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കിഫ എല്ലാ ജനങ്ങൾക്കിടയിലേക്കും കയറി ചെല്ലട്ടെ. ഈ വിജയത്തിനൊപ്പം കേരളീയ സമൂഹം നിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥന. താങ്ക് യു. കിഫയുടെ ആഗ്രഹം എല്ലാ വാർഡുകളിലും നിയമ അവബോധമുള്ള ഒരു 25 ആൾക്കാരെങ്കിലും ഉണ്ടാകണം. ഭരണഘടനയുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും എത്തണം. ഭരണഘടന ഈ സിലബസിൻ്റെ ഭാഗമാക്കി പഠിപ്പിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ്. താങ്ക് യു.